നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ വേദയെ സ്കൂളിൽ വിട്ടിട്ട് നെട്ടയത്തായിരുന്നല്ലോ ഞാനിങ്ങ് വന്നിട്ടുണ്ട്. ഇപ്പം എപ്പോഴും നെട്ടയത്ത് തന്നെയാണ്. സാധാരണ ഏട്ടന് ഷൂട്ടുണ്ടെങ്കിൽ എപ്പോഴും നെട്ടയത്ത് തന്നെയാണ് കേട്ടോ. ഷൂട്ടില്ലെങ്കിലാണ് കൂടുതലും ഇവിടെ നിൽക്കാറ്. വന്നപ്പോൾ തന്നെ കുറേ കൊറിയേഴ്സ് വന്നിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഇന്ന് കുറേ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ചപ്പാത്തി മേക്കറൊക്കെ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതും വന്നിട്ടുണ്ട്. ഇതൊക്കെ ചപ്പൽ വന്ന കവറാന്ന് തോന്നുന്നു. ഇത് കവർ എല്ലാം കവറ്. ഇത് ചപ്പൽ വന്നതാണ്. അത് ഏട്ടനെ വാങ്ങിയതാണ്. ഇതിനകത്തില്ല. അപ്പോൾ സാധനം ഏട്ടൻ ഇട്ടിട്ട് പോയെന്ന് തോന്നുന്നു. ഞാൻ വന്നപ്പോൾ ഏട്ടൻ ഇവിടെ ഇല്ല, പോയി ഷൂട്ടിന് പോയി. സോ അടുത്ത് എന്താണ് ഇത്, വേദയ്ക്ക് ഞാൻ ഒരു മിനി പ്രിൻ്റർ വാങ്ങി. 1 സെക്കൻഡ്. അതാണിത്. അന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല. ഇതെങ്ങനെ വർക്ക് ചെയ്യിക്കേണ്ടതെന്ന് അറിയത്തില്ല. അത് നമുക്ക് വേദ വന്നിട്ട് ചെയ്യാവേ. മിനി പ്രിൻ്റർ ഇതെങ്ങനെയാണ് സംഭവം ഒന്നും അറിയത്തില്ല. അവിടെ ഇരിക്കട്ടെ. എന്താണ് ഇതും വേദയ്ക്കാണ്. വേദയുടെ റൂമിൽ ഇങ്ങനെ ഹാങ് ചെയ്യുന്നൊരു സാധനം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരുന്ന ആരുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ എടുക്കുന്നത്. ഹാങ് ചെയ്യുന്നൊരു സാധനമാണ്. ഇതിൽ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് അവളുടെ കയ്യിൽ ഇങ്ങനെ ഫോട്ടോസ് ഇരിപ്പുണ്ട്. മീൻസ് ഹാങ് ചെയ്യുന്ന ഫോട്ടോസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു സെറ്റപ്പാണ്. അത് ഹാങ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കൂടെ മറ്റേ ലൈറ്റും ഹാങ്ങിങ് ലൈറ്റും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇതിലേതോ ഒന്നതാണ്. പിന്നെ ഇത് എനിക്കോ വേദയ്ക്കോ വാങ്ങിയ ചപ്പലാട്ടോ. സ്കെച്ചേഴ്സ് കാണുമ്പോൾ ഇങ്ങനെ ഭംഗി തോന്നും, അങ്ങനെ വാങ്ങുന്നതാണ്. ഇത് സൈസ് 7 ആണോ? 7 ആണെങ്കിൽ ഇത് എനിക്കുള്ളതാണ്. എനിക്കുള്ള സ്കെച്ചേഴ്സ്. ദെൻ ഇത് രണ്ടും എന്താ നോക്കി. ഇതാണ് എൻ്റെ ചപ്പാത്തി മേക്കർ. ഇത് വർക്കാവോ ഇല്ലെന്നുള്ളത് നമുക്ക് നോക്കണം. ഇനി എൻ്റെ ഒരു കുഞ്ഞ് സ്കിൻ കെയർ കണ്ടിട്ട് ബാക്കി വിശേഷമേ. എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക. അതിന് ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക. ഇപ്പം നമ്മൾ പുറത്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയെന്ന് വയ്ക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകും ഇല്ലേ? പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തു തരുന്നത് കേട്ടോ. കാശൊന്നും വാങ്ങില്ല. ഈ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ? സോ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി. പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അതായത് ഡയറ്റ് പ്ലാൻ, എത്ര വെള്ളം നമ്മളൊരു ദിവസം കൺസ്യൂം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്ട്സ് വാങ്ങിയെന്നിരിക്കട്ടെ, അതൊരു 3 മാസം വരെയൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് അതൊരു വർത്ത് പർച്ചേസിങ്ങും ആണേ. എന്തായാലും ഞാൻ ക്യൂർ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ. അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 100 ഓഫായിട്ട് കിട്ടും കേട്ടോ. ഇത് ബജാജിൻ്റെ ചപ്പാത്തി മേക്കറാണ്. അപ്പോൾ ഇത് നമുക്ക് വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കി നോക്കാം. ആക്ച്വലി ഞാൻ ഉച്ചയ്ക്ക് വീണ്ടും നെട്ടയത്ത് പോകാൻ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇന്ന് കുക്കിംഗ് ഒന്നും ഇല്ലെന്ന്, വീട്ടിൽ നിന്നാണ് ഉച്ചയ്ക്ക് ലഞ്ചല്ല. അപ്പോൾ ഏതൊക്കെ വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞ് നമ്മളിങ്ങനെ വരും. വന്നിട്ട് നമുക്ക് വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കി നോക്കാം. ഇത് രണ്ടും എന്താ നോക്കട്ടെ. ഇത് മീഷോ ആണ്, ഇതൊക്കെ ആമസോൺ കേട്ടോ. ഇത് റോസ്മേരി വാട്ടർ കേട്ടോ. ഇത് ആക്ച്വലി വർക്കിംഗ് ആണ്. എനിക്കും യൂസ് ചെയ്തിട്ട് അത്യാവശ്യം വർക്കിംഗ് ആയിട്ട് തോന്നി കേട്ടോ. നല്ലതാട്ടോ റോസ്മേരി വാട്ടർ. ഇതൊക്കെ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം. ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് നമുക്ക് വൈകിട്ട് നെട്ടയത്ത് പോയിട്ട് വന്നിട്ട് വേദയെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാം. വേദയ്ക്ക് എക്സാമാണ്, എടുത്ത് തരുമെന്നറിയില്ല, നമുക്ക് നോക്കാം, ചോദിച്ചു നോക്കാം. എടുത്ത് തരുകയാണെങ്കിൽ ചെയ്യാം. എന്തായാലും ഇതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ടാവും കേട്ടോ. ഇത് വർക്കിംഗ് ആണോ ഇല്ലയോ, പലരും കമൻറ്റ് ചെയ്തത് വേസ്റ്റാണ്, നമ്മുടെ വേസ്റ്റ് ഓഫ് മണിയാണ് എന്നൊക്കെ പറഞ്ഞു. ബട്ട് നമുക്കൊന്ന് നോക്കാം, വർക്കിംഗ് ആണോ വേസ്റ്റ് ഓഫ് മണിയാണോ എന്നൊക്കെ ഉള്ളത്. ഇല്ലെങ്കിൽ റിട്ടേൺ ചെയ്യും ഞാൻ, വർക്കിംഗ് അല്ല എങ്കിൽ. കണ്ടോ ഓക്കെ. ഇതെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ യെല്ലോ ബ്ലാക്ക് സലൂണിൽ വന്നു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മുതുകത്തെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ ആ ഒരു പിഗ്മെൻറ്റേഷൻ, അതിൻ്റെ സെക്കൻഡ് സിറ്റിങ്ങിന് വന്നതാണ്. അതിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ ഞാനൊരു 11:30 മണിയായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ വന്നപ്പോഴേക്കും നല്ല തിരക്കുണ്ട്. എനിക്ക് വേദേ 12:30 ആകുമ്പോൾ വിളിക്കാൻ പോകണം. അപ്പോൾ പിന്നെ വീണ്ടും ലേറ്റ് ആവും. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ സംഭവം നടക്കില്ല എന്ന് മനസ്സിലായിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ആതിരയോട് പറഞ്ഞു നെക്സ്റ്റ് ഡേ വരാം. കാരണം വേദ
വിളിക്കാൻ പോകണം കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. 11:30 ഞാൻ ഒരു 15 മിനിറ്റ് അതിൽ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്ത് വരുമ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആവും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് പതിയെ ഇറങ്ങി. എന്നിട്ട് നമ്മുടെ മഹേശ്വരി കോട്ടൺ സാരി ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചതെല്ലാം സെയിലായിട്ടോ. അതിൽ ഇനി 2 പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്ന സാരി എല്ലാം കംപ്ലീറ്റ് സോൾഡായി. അപ്പോൾ അതൊക്കെ കൊറിയർ ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം കൊറിയർ ചെയ്തിട്ട് ഞാൻ വന്ന വഴിക്ക് മാങ്ങ ഇരിക്കുന്നു. ഇപ്പം മാങ്ങ സീസൺ ആയല്ലോ, പക്ഷേ എങ്കിലും ഇപ്പോഴാണ് വഴിയരികിൽ ഇങ്ങനെ മാങ്ങ കണ്ടത്. നിറയെ ഇനി വഴിയരികിൽ നിറയെ മാങ്ങ കാണും. അപ്പോൾ നോക്കിയപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു കേട്ടോ, 3 മാങ്ങയും. അതിൽ കൊള്ളാമെന്ന് തോന്നിയ മാങ്ങയിൽ ഒരു സെറ്റ് മാങ്ങ ഞാൻ വാങ്ങിയായിരുന്നു കേട്ടോ. മാങ്ങ എവിടെ കണ്ടാലും മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലും എല്ലാവർക്കും മാങ്ങ ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയത് കൊണ്ട് എനിക്ക് ഓക്കെയാണ്, വാങ്ങാൻ കൊള്ളാമെന്ന് കണ്ടിട്ടാണ് വാങ്ങിയത്. വീട്ടിൽ ചെന്നിട്ട് അത് ചെത്തി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നടുവത്തിരിക്കണ മാങ്ങ എന്തോന്ന് ഇത് കർപ്പൂര മാങ്ങ എന്ന് പറഞ്ഞു. അതൊരു കർപ്പൂരത്തിൻ്റെ ടേസ്റ്റ് കേട്ടോ. പക്ഷെ പുളിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങിയില്ല. മറ്റേ മാങ്ങയൊക്കെ കൊള്ളായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഒരു സെറ്റ് മാങ്ങയെല്ലാം വാങ്ങി നേരെ ഞാൻ നെട്ടയത്ത് വന്നു. അപ്പോൾ ഇവിടെ ഇന്നലെ വാങ്ങിയ മഷ്റൂം വെച്ചമ്മ തോരൻ വെച്ച് കേട്ടോ. വേദയ്ക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്താലേ കഴിക്കുള്ളൂ. ചിക്കൻ ആണെങ്കിൽ ആരും എടുത്ത് കൊടുക്കണ്ട, അവൾ തനിയെ കഴിച്ചോളും. വീട്ടിലാണെങ്കിൽ സാമ്പാർ, മീൻ വറുത്തത് എല്ലാം ഇരിപ്പുണ്ട്. പക്ഷേ വേദയ്ക്ക് ഇതൊന്നും വേണ്ട. ഈ ഒരു മഷ്റൂം തോരനും ചോറും മാത്രം മതി എന്ന് പറഞ്ഞാൽ ഞാൻ അത് മാത്രമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നത്, നീ വീഡിയോ എടുക്കല്ലേ, ആ സാമ്പാറും മീൻ വറുത്തതും ഒക്കെ എടുത്ത് പോയി ആൾക്കാർ എന്നെക്കുറിച്ച് എൻ്റെ സുഹൃത്തുക്കൾ എന്നെക്കുറിച്ച് എന്ത് കരുതും, അതുകൊണ്ട് നീ എല്ലാം എടുത്ത് പോയി എന്ന് പറയാൻ പറഞ്ഞു. ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്താ ഇവിടെ വന്നാൽ അമ്മയെ കാണിക്കണം, അമ്മ വയ്ക്കണം, മീൻകറി കാണിക്കണം, അത് കാണിക്കണം, ഇത് കാണിക്കണം, അങ്ങനെയൊക്കെ നിർബന്ധങ്ങളുണ്ട് കേട്ടോ. അച്ഛൻ ഞാൻ കൊണ്ടുവന്ന മാങ്ങ ചെത്താണ്. ഞാനും വേദയും വൈകിട്ട് അങ്ങ് പോകും കേട്ടോ. വേദയ്ക്ക് ട്യൂഷനുണ്ട് വൈകിട്ട്. അപ്പോൾ ട്യൂഷന് വേദം ആക്കിയിട്ട് ഞാനങ്ങ് പോവും. അപ്പം ഞാൻ പറഞ്ഞു മാങ്ങ ചെത്താൻ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ ഇരുന്ന് മാങ്ങ ചെത്താണ്. ഇവിടെ മാങ്ങ ചെത്തൽ, ഫ്രൂട്ട്സ് ചെത്തൽ, ഇതെല്ലാം അച്ഛൻ്റെ ജോലിയാണ് കേട്ടോ. അച്ഛൻ അത്രയും നൈസായിട്ട് പേപ്പർ കഷ്ണം പോലെ അച്ഛൻ നൈസായിട്ട് ചെത്തിയെടുക്കും. പീലർ വെച്ചല്ല, നൈഫ് കത്തി കൊണ്ട് ചെത്തിയെടുക്കും കേട്ടോ. അതുകൊണ്ട് അച്ഛനാണ് ഇവിടുത്തെ പൈനാപ്പിൾ കട്ടിങ്, ആപ്പിൾ കട്ടിങ്, പേരയ്ക്ക കട്ടിങ്, മാങ്ങ കട്ടിങ്, ഇതെല്ലാം അച്ഛൻ്റെ ജോലി കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച ഉടനെ മാങ്ങ കട്ട് ചെയ്ത് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ആ വലിയ മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരെണ്ണം ചെറിയ മാങ്ങയായിരുന്നു. അതെനിക്ക് തോന്നുന്നു വാടിപ്പഴുത്തതാവും, അതത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, ചെറിയൊരു പുളിപ്പുണ്ടായിരുന്നു. പക്ഷെ വലിയ മാങ്ങ നല്ല മധുരവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ആ മാങ്ങ കുറച്ചുകൂടെ പഴുക്കാനായിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ പഴുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ മധുരം ഉണ്ടായാൽ നല്ല സ്വാദുള്ള മാങ്ങയായിരുന്നു. ആ ചെറിയ മാങ്ങ ലേശം പുളിപ്പുണ്ടായിരുന്നു. എന്നാലും മാങ്ങ കൊള്ളായിരുന്നു, പറ്റിക്കലല്ലായിരുന്നു. കഴിച്ച് നോക്കി വാങ്ങിയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. അത് പേയാട് വേദയുടെ കാർമൽ സ്കൂളിൻ്റെ അടുത്താട്ടോ വച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കറക്റ്റ് സ്ഥലം പറഞ്ഞുതരാൻ അറിയത്തില്ല. അവിടെയാണ് വെച്ചുകൊണ്ടിരുന്നത്. എന്തായാലും കൊള്ളായിരുന്നു. എന്നിട്ടിങ്ങനെ കുറേ സമയം ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞു. ഞാനൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോൾ വേദയ്ക്ക് 4 മണിക്കാട്ടോ ട്യൂഷൻ. 4 മണിയായി, 3:30 മണിയായി. എന്നിട്ട് നമ്മൾ വേദയും കൊണ്ട് ഞാൻ ട്യൂഷന് പോയിട്ട് തിരുമല വീട്ടിൽ പോയി കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഷൂട്ട് ചെയ്തിട്ട് വേദ വിളിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ 2-3 ദിവസം എക്സാം കഴിയുന്നവരെ ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. ചിലപ്പോൾ മിക്കവാറും പോകും കേട്ടോ. അപ്പോൾ വീട്ടിലത്തെ കുറച്ച് സാധനമൊക്കെ വാങ്ങണ്ടേ, പച്ചക്കറിയും ഫ്രൂട്ട്സും സാലഡും ഒക്കെ വേണ്ട സാധനങ്ങൾ വാങ്ങുകയാണ്. തിരുമല വീട്ടിലാണെങ്കിൽ പിന്നെ ഞാൻ ഭയങ്കര ഡയറ്റാണല്ലോ, നെട്ടയത്ത് വരുമ്പോഴല്ലേ ഡയറ്റ് ഇല്ലാതെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥിരം തിരുമല വാങ്ങുന്ന ആ ചേട്ടൻ്റെ കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. ആ ഒരു മുസ്ലിം പള്ളിയുണ്ട് തിരുമല ജംഗ്ഷനിൽ, അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു വെജിറ്റബിൾ ഷോപ്പാട്ടോ. ഞങ്ങളിവിടെ തിരുമല താമസം ആയപ്പോൾ മുതൽ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ വേറെ ഇവിടെ എന്തെങ്കിലുമൊക്കെ വാങ്ങും കേട്ടോ. അപ്പോൾ തിരുമല വഴിയാണ് പോകുന്നതെങ്കിൽ തിരുമലയിൽ നിന്ന് തന്നെ വാങ്ങുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്. ഇപ്പം സ്ഥിരം ഞാൻ വീഡിയോയിൽ കാണിക്കാറുണ്ടല്ലോ, അപ്പം മനസ്സിലാവും. ഞങ്ങൾക്ക് പിന്നെ അവിടെ നിന്നേ വാങ്ങും, അങ്ങനെയൊന്നുമില്ല. എവിടെ പോകുന്നിടത്ത് എവിടെ എന്ത് കാണുന്നോ അത് വാങ്ങും. പിന്നെ അവരൊക്കെ കുറച്ച് നാളുകൊണ്ട് പരിചയമുണ്ട്, അപ്പോൾ വാങ്ങുന്നു. പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും കേട്ടോ. ഇവിടെ വന്നാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും. ഈ തിരുമല എന്ന് പറയുന്നത് പാങ്ങോട് മിലിറ്ററി ഏരിയയ്ക്ക് ചേർന്ന് കിടക്കുന്നതാണ്. അതുകൊണ്ട് ഓൾമോസ്റ്റ് ഉള്ള എല്ലാ സാധനങ്ങളും ഈ തിരുമല ഭാഗത്ത് കിട്ടും കേട്ടോ. നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാട് ഇവിടെയൊക്കെ മിലിറ്ററി ഇതുള്ളല്ലേ, കോട്ടേജൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് തിരുമല കാണും. അതാണ് തിരുമലയുടെ ഒരു പ്രത്യേകത. എപ്പോഴും തിരക്കുള്ള ജംഗ്ഷനാണ്. ഇപ്പോൾ ഇത് ഇവിടെയൊക്കെ പൊളിച്ചിട്ടേക്കാണ് റോഡ് പണിക്കായിട്ട്. ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല കേട്ടോ. ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്ന് പറഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്. എപ്പോഴേലും ശരിയായ സൂപ്പറാട്ടോ. അങ്ങനെ എന്തൊക്കെ വാങ്ങി, കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിൽ വന്നു. അപ്പോൾ വേദ ഇപ്പോഴാണ് വീട്ടിൽ വന്നപ്പോൾ വേദയ്ക്ക് മിനി പ്രിൻ്റർ ഇരിക്കുന്നു, വേദയ്ക്ക് ഫോട്ടോ ഹാങ് ചെയ്യാനുള്ള സാധനം ഇരിക്കുന്നു, ഇതിരിക്കുന്നു, ഇതെല്ലാം കണ്ടപ്പോൾ വേദയ്ക്ക് സന്തോഷമായിട്ടോ. മിനി പ്രിൻ്റർ അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമൊന്നുമല്ല. അത് കളർ പിക്ചേഴ്സ് ഒന്നും വരുന്നില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റേ വരുന്നുള്ളൂ. പിന്നെ പിള്ളേർക്ക് സ്റ്റിക്കി നോട്ട്സ്, പിന്നെ ഈ ജേണലൊക്കെ ചെയ്യും. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം ജേണൽ ചെയ്യിക്കോല്ലേ പണി, അതൊക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഉപയോഗമുണ്ട്. എനിക്കത് കണ്ടിട്ട് അത്ര ഒരു 750 എന്തേ ഉള്ളൂ കേട്ടോ.
റുപ്പീസ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്കത് കണ്ടിട്ട് വേണോ ഉപയോഗമുള്ള സാധനമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ കരുതി പഠിക്കാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കട്ടെ എന്ന് കരുതിയാണ് വാങ്ങിയത്. പക്ഷേ അത് യൂസ്ഫുൾ അല്ല, അതുകൊണ്ട് ഞാൻ റിട്ടേൺ അയക്കാമെന്ന് കരുതി. പിന്നെ വേദയുടെ ഫോട്ടോ പാവം സിസേഴ്സൊക്കെ വെച്ച് ഓട്ടയിട്ട് കയറിട്ട് കെട്ടിയൊക്കെ വെച്ചിരുന്നതാണ് കേട്ടോ. കയറല്ല, ഇത് മറ്റേ ചരടുണ്ടല്ലോ, എന്തോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന, അതൊക്കെ വെച്ച് കെട്ടി തൂക്കിയിട്ടിരുന്നതാണ്. അങ്ങനെ അതിനെല്ലാം അഴിച്ച് പിറക്കി ആ ക്ലിപ്പിൽ കൊടുത്ത് വയ്ക്കുക. ആ ക്ലിപ്പിൽ 10 കൊടുക്കാൻ പറ്റത്തുള്ളൂ, ക്ലിപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൽ 20 ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഇനി ഒരു ക്ലിപ്പ് കൂടെ വാങ്ങാൻ കരുതി. വേദയുടെ റൂമിൽ ഹാങ് ചെയ്യണോ അതോ ഹോളിൽ ഹാങ് ചെയ്യണോ എന്നുള്ളൊരു സംശയത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. വേദയുടെ പ്രിൻ്ററും കൊണ്ട് അങ്ങനെ നടക്കുക. വേദയ്ക്ക് ഇഷ്ടമായി, പക്ഷേ ഇത് 2 ദിവസത്തെ എടുപ്പ് 3ൻ്റെ അത് കുപ്പത്തൊട്ടി കിടക്കും. അത് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ എന്തായാലും റിട്ടേൺ അയക്കാമെന്ന് കരുതി. വലിയ പ്രിൻ്ററൊക്കെ ആയിരുന്നെങ്കിൽ വീണ്ടും ഉപയോഗമുണ്ട് കേട്ടോ. അത് അങ്ങനെ ഉപയോഗമില്ലാത്തൊരു സാധനമാണ്. അങ്ങനെ ഫോട്ടോസിൽ ഹാങ്ങിങ്ങും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്യാൻ പോവുകയാണ്. ഫോട്ടോസ് നമുക്ക് തന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ആപ്പിൾ ഫോട്ടോ ബുക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരാണ് കഴിഞ്ഞ പ്രാവശ്യം ഫോട്ടോസ് തന്നപ്പോൾ അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതാട്ടോ ഈ ഒരു ഫോട്ടോസ്. പക്ഷേ ആക്ച്വലി പ്രാവശ്യം ഞാൻ ഈ ഫോട്ടോസിൻ്റെ കാര്യം മറന്നുപോയി, അല്ലെങ്കിൽ ഇത് ചെയ്ത് തരാൻ പറഞ്ഞാനേട്ടോ. സത്യമായിട്ട് ഞാൻ മറന്നുപോയി. നല്ല രസമല്ലേ, കുറേ നാളിത് കേട് കൂടാതിരിക്കും കേട്ടോ. ഒരുപാട് നാളെ അവർ അയച്ചിട്ട് വേറെ ഇങ്ങനെ കൊണ്ടുവന്ന് കളഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത് ഞാൻ അവരോട് പറയാനുള്ളതായിരുന്നു, ഇപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്. എന്തായാലും 10 അതിൽ ക്ലിപ്പ് ചെയ്തു. ഇനി ഒരു സെറ്റ് ആ ഒരു ലൈറ്റിൻ്റെ ഇതൂടെ വാങ്ങിയിട്ട് 10 കൂടി ക്ലിപ്പ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ചവർ കാണുന്നതെല്ലാം വാങ്ങും. ഇതൊക്കെ വലിയ പൈസയൊന്നും ആവില്ലല്ലോ, 200 രൂപയ്ക്കകത്തൊക്കെ അല്ലേ ആവുള്ളൂ. അതൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്തിരുന്നാകുമ്പോൾ വലിയൊരു തുകയാവും അവസാനം ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നോക്കുമ്പോഴാണ് ഇത്രയും രൂപയ്ക്ക് ഞാൻ ഷോപ്പ് ചെയ്തോ എന്ന് ഓരോ മാസവും മനസ്സിലാക്കുന്നത്. ഗൈസ്, നമുക്ക് നമ്മുടെ ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ഉണ്ടാക്കി നോക്കാം. ഞാൻ പറഞ്ഞിരുന്നില്ലേ നമുക്കൊന്ന് ഉണ്ടാക്കണമെന്നുള്ളത്. നമ്മൾ ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇവിടെ ആക്ച്വലി ഗോതമ്പ് മാവ് എപ്പോഴും സ്റ്റോക്കാണ്. ഞാൻ ഗോതമ്പ് മാവിൻ്റെ കൂടെ നമ്മുടെ ഡയറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന റാഗി, റോൾഡ് ഓട്സ് എല്ലാം, പിന്നെ മില്ലറ്റ് മിക്സ് പുട്ടുപൊടി, ഇതെല്ലാം കൂടി ആ ഗോതമ്പ് മാവിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കണ്ടേ, അത് വെച്ച് ഞാൻ ഇന്നലെ റൊട്ടി പോലൊരു സാധനം ഉണ്ടാക്കി. അതിൻ്റെ മാവ് കുറച്ച് ബാക്കി ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിരുന്നു. ആവേശം കയറി നമ്മുടെ ചപ്പാത്തി മേക്കറിൽ ഞാൻ ആ റൊട്ടി ഉണ്ടാക്കി. പക്ഷെ അത് അടിപൊളിയായിട്ട് ഫ്ലോപ്പായി. ദൈവമേ, എൻ്റെ ചപ്പാത്തിയും ഫ്ലോപ്പ് ആവുമെങ്കിൽ എൻ്റെ പൈസ വെള്ളത്തിൽ. റിട്ടേൺ ഇല്ല കേട്ടോ, റീപ്ലേസ്മെൻറ്റേ ഉള്ളൂ. അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ജസ്റ്റ് എടുത്തിങ്ങനെ റിട്ടേൺ പോളിസി നോക്കിയപ്പോഴാണ് റീപ്ലേസ്മെൻറ്റ് ഉള്ളി എന്ന് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തേഞ്ഞ് ചപ്പാത്തി എന്താവാണെന്ന് അറിയത്തില്ല. ബജാജിൻ്റെ ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കരുതി ഫുഡ് പ്രോസസ്സറിൽ വെച്ച് നമുക്ക് ചപ്പാത്തിയുടെ മാവൊന്ന് കുഴയ്ക്കാം. അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും. ഏട്ടൻ നിന്ന് ഡിന്നർ ചപ്പാത്തി, വേദയ്ക്ക് ചപ്പാത്തി വേണ്ടാന്ന് പറഞ്ഞു. വേദയ്ക്ക് പാലും പഴവും നെയ്യും കൂടി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഏട്ടൻ ചപ്പാത്തിയാണ്. ദൈവമേ, ഞാനൊന്ന് പറത്തേണ്ടി വരുമോ? എനിക്കിത് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കില്ല. ഇതിലുണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് ഏട്ടൻ ചപ്പാത്തിയും മുട്ടക്കറി ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഒക്കേഷനിൽ ചപ്പാത്തിയും ചിക്കനൊക്കെ കൊണ്ടുവരും കേട്ടോ, പക്ഷേ ഏട്ടൻ കഴിക്കത്തില്ല. അപ്പോൾ ഇതിൽ ഒരു മിനിറ്റ്, അതിൻ്റെ ഒരു കാറ്റലോഗ് പോലത്തെ ഒരു സാധനം ഉണ്ട്. അതിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 cups ഓഫ് വീറ്റ് ഫ്ലോർ, 1.5 cup ല്യൂക്ക് വാം വാട്ടർ, സോൾട്ട്, 1 spoon ഓഫ് ഓയിൽ ഓർ ഗീ. നമ്മളിപ്പോൾ ചപ്പാത്തി മേക്കറിൽ ഫുഡ് പ്രോസസ്സറിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതാണ് ഞാൻ ഒന്ന് കറങ്ങാണ്. ചൂടുവെള്ളം അതിലൊഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് 1 കപ്പ് മാവെടുക്കാം. പിന്നെ രാവിലെ ഞാൻ പറഞ്ഞില്ല, റൊട്ടി മാവായിരുന്നു. അതായത് റാഗിയും റോൾഡ് ഓട്സിൻ്റെതും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്ക് അതിൽ വിഷമമില്ല. അത് ചിലപ്പോൾ ഫ്ലോപ്പ് ആയതിലും വലിയ പരാതിയില്ല. പക്ഷെ ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം. ഈ ചപ്പാത്തി മേക്കറിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം ലൂസായിട്ട് മാവിരിക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നോക്കാം എന്താകും എന്നുള്ളത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ട്രൈ അല്ലേ, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാവേ. ഇത് പാം ഓയിലാണേ, നെയ്യ് ഒഴിക്കുന്നില്ല. പരീക്ഷണം ആയതുകൊണ്ട് എടുത്ത് കളയേണ്ടി വന്നാലോ എന്ന് കരുതി ഞാൻ പാം ഓയിലാണ് ഒഴിക്കുന്നത്. എന്തോ വയ്ക്കാൻ മറന്നതുപോലെ, എന്തോ ഒരു സാധനം മിസ്സിങ് പോലെ. നമുക്കെന്തായാലും ചപ്പാത്തി മാവ് കുഴയും. ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാണാൻ വന്ന് നിൽക്കുകയാണ്. വേറെ എൻ്റെ ചപ്പാത്തി വേണ്ടെന്നല്ലേ പറഞ്ഞത്. എന്തോ വയ്ക്കാൻ മറന്നതുപോലെ. ഫുഡ് പ്രോസസ്സിൽ ഒന്നും ഉണ്ടാക്കണതാണ്, എന്നിട്ട് മറന്നൊരു ഫീൽ.
എടാ ഇതിൻ്റെ കപ്പിങ് എടുത്തുകൊണ്ടെന്നാണ് അതിൽ വെള്ളം ഒഴിച്ചെടുത്തോണ്ടേ. അത്ര വെള്ളമൊന്നും വേണ്ട. എന്താ പോകുന്നത്? ആ റൊട്ടി മേക്കർ ഓൺ ചെയ്തിടണം. അതിൻ്റെ റെഡ് കളർ കത്തി കഴിയുമ്പോഴാണ് ചപ്പാത്തിക്ക് വെക്കേണ്ടത്. അപ്പോൾ ആ റൊട്ടി മേക്കർ ഓൺ ചെയ്യടാ. ഇട്. അത്യാവശ്യം ലൂസായിട്ട് നമ്മുടെ ചപ്പാത്തി ഡോ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം നമ്മുടെ ചപ്പാത്തി മേക്കറിൻ്റെ കയ്യിലാണ്. നല്ല ലൂസായിട്ടാണ്, കുറച്ച് നല്ല ലൂസല്ല, കുറച്ച് ലൂസായിട്ടാണ് ചപ്പാത്തി ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ കുഴച്ചെടുക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിലിനി ഡസ്റ്റ് ചെയ്യുമെന്ന് തോന്നണല്ലേ ചപ്പാത്തിയുടെ പൊടി. യെസ്, ഇങ്ങനെ എന്തോ ആണെന്ന് തോന്നണേ. കാറ്റലോഗ് പോലും നേരെ വായിക്കാതെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് രാവിലെ ഞാൻ ഇതുപോലെ ഡസ്റ്റൊന്നും ചെയ്തില്ല കേട്ടോ. ചപ്പാത്തി പൗഡർ, വീറ്റ് പൗഡർ ഡസ്റ്റ് ചെയ്തില്ല. ഇതിൽ ഇപ്പോഴും ആ റെഡ് ലൈറ്റ് കത്തി നിൽക്കുകയാണ്. അത് ഓഫായിട്ട് വയ്ക്കാനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇത് ബോളായിട്ടല്ലേ വയ്ക്കുന്നത്? ഇതൊന്ന് വച്ച് നോക്കാം നമുക്ക്. അതിങ്ങനെ ഉരുട്ടി വെച്ച് നോക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് വേറൊരു ബോളിൽ ചപ്പാത്തി മാവ് ഡസ്റ്റ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നമുക്ക് 3 രീതിയിലും ഉണ്ടാക്കി നോക്കാം. ഏതാണ് സക്സസ് ആവണമെന്ന് നോക്കാം. ഇതിനും കുറച്ച് ഡസ്റ്റ് ചെയ്യാം. ഒരെണ്ണം ചപ്പാത്തി മാവ് ഡസ്റ്റ് ചെയ്യാതെ, വീറ്റ് പൗഡർ ഡസ്റ്റ് ചെയ്യാതെ നമുക്കുണ്ടാക്കി നോക്കാം. ഇതിങ്ങനെ പൊടിത്തട്ടികളായിട്ട്. ഇത് അല്ലാത്തൊരു ബോളെ ഒന്നും ചപ്പാത്തി മാവൊന്നും നമ്മളിടാതെ വെറുതെ ഇങ്ങനെ വെച്ച് നോക്കാം. ഏതാണ് സക്സസ് ആവണമെന്ന് നോക്കട്ടെ. ഇതിൻ്റെ സർഫസിലൊന്നും തൊടരുത് കേട്ടോ. നല്ല ചൂടുണ്ട്. ഞാൻ തൊട്ടപ്പോൾ കൈ പൊള്ളി. അതുകൊണ്ട് ഇവിടെ എങ്ങും തൊടാൻ പാടില്ലേ. ഇത് ചൂടാവണില്ലല്ലോ. ഇതെങ്ങനെയാണല്ലേ? ഓക്കെ, നമുക്കാദ്യം ഇത് വെച്ച് നോക്കാം. ഓക്കെ, ആ റെഡ് ലൈറ്റ് ഓഫായേ. ഫസ്റ്റ് ഞാൻ ഒന്ന് വെച്ച് നോക്കട്ടെ, പിന്നെ എന്നിട്ട് നിനക്ക് തരാം. ചൂടാണ്. ഇവിടെ വയ്ക്കുക. ഇങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. കുറച്ച് ഇങ്ങോട്ട് ഇങ്ങനെ വയ്ക്കുക. നടുക്ക് വയ്ക്കരുത്, സൈഡ് വയ്ക്കാനൊക്കെയാണ്. എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. അയ്യേ, ചപ്പാത്തി ഫ്ലോപ്പായി. നോക്കട്ടെ. ഇങ്ങനെ തനിയൊക്കെ പൊങ്ങി വരണം കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു പരുവം തെറ്റാണ്. നോക്കട്ടെ. അത് പൊങ്ങി വരണുണ്ട്. പക്ഷെ ഇങ്ങനെ പൊക്കിയല്ല, അതിങ്ങനെ തന്നെ ഇങ്ങനെ കാക്കണ കണ്ടിട്ടുണ്ട് ഞാൻ. നോക്കട്ടെ, കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക് അത് പൊങ്ങി വരണം കണ്ടിട്ടുണ്ട്. പക്ഷെ ചപ്പാത്തി സോഫ്റ്റ് ആയിടാ. ആ പ്ലേറ്റ് ഇങ്ങനെ എടുത്താണ്. അത്രയും എനിക്കൊന്നും കുറച്ചുകൂടെ വലിയ ഡോ ആക്കണമായിരുന്നായിരിക്കും. പുകയൊക്കെ വരണം. നോക്കട്ടെ. അതെന്തായാലും ഫ്ലോപ്പാണേ. എന്തോ ശബ്ദമൊക്കെ വന്നേട്ടാ. പക്ഷെ എന്തോ ആയി. ഇനി ആ മാവ് പുരട്ടാത്തത് ഇങ്ങനെ എടുത്താണ്. ഇത്രയും പ്രസ് ചെയ്യാതെ വെച്ച് നോക്കാവേ. അയ്യോ, അതാ ഇനി വന്ന് ആയിരിക്കുന്നത്. മാവ് പുരട്ടിയില്ലെങ്കിൽ ശരിയാവൂല. അത് പറ്റില്ല. അതേ ഇങ്ങനെ പറഞ്ഞു. അത് പറ്റില്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. ഇല്ലേ, നോക്കാം. ഇത് ഞാൻ ഒരുപാട് പ്രസ് ചെയ്തില്ല. ഇനി ഇങ്ങനെ വെച്ച് നോക്കാം. ഓട്ടോമാറ്റിക് ചപ്പാത്തി പൊങ്ങി വരണതൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ. എല്ലാവരും കമൻറ്റ് ചെയ്ത് വാങ്ങല്ലേ ഫ്ലോപ്പാണ്.
വെറുതെ ആവശ്യമില്ലാത്ത സാധനമാണ് പറഞ്ഞിട്ട് കേൾക്കാതെ ഞാൻ വാങ്ങി. പൊടി. പക്ഷെ ഇത് സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ട നല്ലത് അല്ല, ഇത് കുറച്ച് സമയം ഞാൻ കൂടുതൽ ഇട്ടുന്നതുകൊണ്ടല്ലേ. ടേസ്റ്റൊക്കെ ഉണ്ട്. അയ്യോ, ഇവിടെ ഞാൻ ഓൺ ചെയ്ത് വെച്ചേക്കായിരുന്നു. കരിങ്ങാൻ നോക്കട്ടെ. പക്ഷെ പൊങ്ങി പറഞ്ഞില്ല വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഞാൻ. അത് പോയി ചൂടാണ്. നോക്കട്ടെ, ലാസ്റ്റ് ഫൈനൽ ട്രൈ. എന്തായാലും മാവ് ഡസ്റ്റ് ചെയ്യണം. ഇതാണ് കറക്റ്റ് ചപ്പാത്തിയുടെ അല്ലേ. ഇനി നോക്കട്ടെ. ദൈവമേ, തനിയെ പൊങ്ങി വരണേ. ഈശ്വര, റീപ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂല്ലോ. നിനക്കെന്താ ശബ്ദമൊക്കെ കേൾക്കണേ? പക്ഷെ അത് പൊങ്ങി പറഞ്ഞില്ലടി. കരിങ്ങ മണം പറഞ്ഞു. കരിഞ്ഞു ഗൈസ്. ചില വീഡിയോയിൽ ഇങ്ങനെ കറക്റ്റ് പൊങ്ങി വരണ കാണാമല്ല. ട്രൈ സക്സീഡ് എന്നാണ്. നമുക്ക് നോക്കാം. ഇതൊക്കെ ശബ്ദം കേൾക്കണേ. കരിഞ്ഞ ഇനി ഞാൻ ഉണ്ടാക്കും. കരിഞ്ഞത് ഇന്ന് എൻ്റെ ഏട്ടൻ ഇതൊക്കെയായിരിക്കും കഴിക്കുന്നത്. മാറ ക്യാമറ മാറ. നോക്കട്ടെ. ലാസ്റ്റ് അല്ല, ഇനി അത് ശരിയാക്കിയിട്ടേ ഉള്ളൂ. നല്ല ഷേപ്പൊക്കെ വരണം. ഇങ്ങനെ പൊങ്ങി വരണില്ല. നീ ക്യാമറ ഞാൻ വെച്ചേക്കണേ. ചില വീഡിയോയിൽ ഇങ്ങനെ പൊങ്ങി തനിയെ വരും. പക്ഷെ പൊങ്ങണേ, ആ വീഡിയോയിൽ കാണും പോലെ പൊങ്ങി വരണില്ല. ലാസ്റ്റ് വണ്ണാണ്. ലാസ്റ്റ് അല്ല, കുറച്ചുകൂടെ മാവിടെ. ഇതെന്തോന്ന് പൂരിക്ക് പരത്തും പോലെ ആയിപ്പോയി. കുറച്ചുകൂടെ. ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ചാണ്. തീർന്ന പൊങ്ങുന്നുണ്ട്. പക്ഷെ പല വീഡിയോയിലും കാണുമ്പോൾ പൊങ്ങി പുറത്തോട്ട് വരണില്ലടി. ഒന്നങ്ങനെ പൊങ്ങുന്നുണ്ട്. ഇങ്ങനെ ചപ്പാത്തി കഴിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ പൊങ്ങി വരണമെന്നൊന്നുമില്ലല്ലോ. ഇതൊക്കെയോ ശബ്ദവും പൊട്ടിത്തെറിയൊക്കെ കേൾക്കുന്നു. സോ ഗൈസ്, ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ല, എണ്ണയുടെ ഒരു ടേസ്റ്റ് നീ ഉണ്ടാകുന്നോ വീട്ടിൽ. പക്ഷേ പൊങ്ങി വന്നില്ല. എല്ലാവരും പറഞ്ഞു വാങ്ങലേ സ്ട്രീക്കുട്ടിന്ന്. പക്ഷെ സംഭവം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നില്ലേ. സോഫ്റ്റായിട്ടൊക്കെ വന്നു, പക്ഷേ പൊങ്ങി വന്നില്ല. അതെന്തെങ്കിലും ട്രിക്ക് കാണുക, അതിനി കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ്, ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ടുള്ള നീ കാണാം. ക്യൂർ സ്കിന്നിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ടാറ്റാ, ബൈ.